ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി. ആദ്യഘട്ടത്തിൽ 10 ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കും. DCC ഭാരവാഹികളുടെ വിവരങ്ങൾ ഈ മാസം അവസാനം ഹൈക്കമാൻഡിന് കൈമാറും. 10 കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികളാണ് KPCC ആദ്യം പുനഃസംഘടിപ്പിക്കുക. ഇതിന്റെ ഭാഗമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച തുടങ്ങി. ജനങ്ങളുടെ സ്വീകാര്യത, പ്രവർത്തന മികവ് എന്നിവ പരിഗണിച്ച് ജില്ലാ നേതാക്കന്മാരെ തിരഞ്ഞെടുത്താൽ മതിയെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. മുതിർന്ന നേതാക്കന്മാരുടെ വാക്കുകൾ കൂടി മുഖവിലേക്കെടുക്കും. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം എന്നീ DCCകളുടെ പുനഃസംഘടന വൈകാനാണ് സാധ്യത. അതേസമയം കണ്ണൂർ DCC ഉടൻ പുനഃസംഘടിപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ. ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കണം എന്ന നിർദ്ദേശവും AICC മുന്നോട്ട് വെച്ചിട്ടുണ്ട്. KPCC പുനഃസംഘടനയുടെ ഭാഗമായി വർക്കിംഗ് പ്രസിഡന്റുമാരും KPCC അധ്യക്ഷനും ഉൾപ്പെടെ 4 പേർ മാത്രമാണ് ചുമതലയേറ്റത്. KPCC ഭാരവാഹികളുടെ എണ്ണം 40 കഴിയണ്ട എന്ന നിലപാടിലാണ് ദേശീയ നേതൃത്വം. സാമുദായികമായി പങ്കുവയ്ക്കലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയും ഒഴിവാക്കാൻ തന്നെയാണ് KPCCയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുമായി പുതിയ കോൺഗ്രസ് ഭാരവാഹികൾ ചർച്ച നടത്തുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുനഃസംഘടന പൂർത്തിയാക്കി മുതിർന്ന നേതാക്കന്മാർക്ക് ജില്ല തിരിച്ച് ചുമതല നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മികവ് പുലർത്താത്ത നേതാക്കന്മാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റും. മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ കൂടി ഹൈക്കമാൻഡിനെ അറിയിച്ചുകൊണ്ടായിരിക്കും പുനഃസംഘടന. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.